അമീന മാഡം, ഇന്ന് എനിക്ക് പുതിയൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നീ പെയിൻ ആണ്. അദ്ദേഹം യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കി കുറച്ച് പരീക്ഷണം നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫിസിയോനൊന്നും കൺസൾട്ട് ചെയ്യാതെയാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തത്? അദ്ദേഹം ഫിസിയോനൊന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല. ചുമ്മാ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ച് എക്സസൈസ് അദ്ദേഹം പരീക്ഷിച്ച് നോക്കി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ വേഴ്സ് ആയിട്ടുണ്ട്. അതാണ് പല പേഷ്യൻസിനും ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവർ നോക്കിയിട്ട് ഓരോ എക്സസൈസ് ചെയ്ത് വരും. എന്നിട്ട് ചിലവർക്ക് അത് പോസിറ്റീവ് ആവാം, ബട്ട് ഭൂരിഭാഗം ആൾക്കാർക്കും ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഒരു ഫിസിയോ അത് പ്രോപ്പറായിട്ട് ഫിസിക്കൽ ഡയഗ്നോസിലൂടെയാണ് ഒരു പേഷ്യന്റ് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിന്റെ റൂട്ട് കോസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവർക്ക് വരുന്ന സിംറ്റംസിനെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് വരുന്ന കണ്ടീഷൻ എന്താണോ അതിന്റെ കാരണത്തെ ട്രീറ്റ് ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി പോകുള്ളൂ. അതിപ്പോൾ പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഒരു ജനറൽ ആയിട്ട് ഒരു എക്സസൈസ് കൊടുക്കുന്നതും ഒരു ഫിസിയോന്റെ അടുത്ത് പോയിട്ട് ഫിസിക്കൽ അസസ്മെന്റ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന എക്സസൈസും അതെങ്ങനെ എഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് പലർക്കും അത് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിസിയോന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ ഗൈഡ് ലൈൻസോട് കൂടി മാത്രം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം.